ഈ പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്താണത് ശരിക്കും? ആക്ച്വലി പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള അവസ്ഥ എന്ന് പറയാം. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു സയൻറ്റിഫിക്കൽ ടേമാണ് പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ടെസ്റ്റ് ചെയ്തിട്ട് അത് പ്രീ ഡയബറ്റീസ് എന്ന് പറയാൻ പറ്റുള്ളൂ. പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന ഡയബറ്റീസും ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്ന 3 ടെസ്റ്റുകളാണ്. ഇപ്പോൾ ഒന്ന് നമ്മൾ പറയുവാണെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് നമ്മൾ നോർമൽ ആളുകൾക്ക് പറയുന്നത് 70 to 100 റേഞ്ചിലാണ്. അപ്പോൾ ഇപ്പോൾ 70 to 100 റേഞ്ചിൽ നമ്മൾ നോർമൽ ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയുന്നു. 100 മോളിൽ പോകുമ്പോൾ, അതായത് 100 to 125 വരെ നമ്മൾ പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നു. 126 ഓർ എബോ, അതായത് 126ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ ഡയബറ്റീസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ വേറൊരു ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്, പോസ്റ്റ് പ്രാൻഡിൽ ബ്ലഡ് ഗ്ലൂക്കോസ്. നമ്മൾ പോസ്റ്റ് പ്രാൻഡിൽ പറയുമെങ്കിലും നമ്മൾ WHO ഗൈഡ് ലൈൻസ് പ്രകാരവും ADA ഗൈഡ് ലൈൻസ് പ്രകാരം അവർ പറയുന്നത് നമ്മൾ 75 ഗ്രാം ഗ്ലൂക്കോസ് കൊടുത്തിട്ട് നമ്മൾ 2 hours കഴിഞ്ഞ് ഗ്ലൂക്കോസ് നോക്കണം. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ നോർമൽ ആൾക്കാർക്ക് അത് 140 താഴെ നിൽക്കണം. പ്രീ ഡയബറ്റീസ് ഉള്ളവർക്ക് അത് ചിലപ്പോൾ 141 to 199 റേഞ്ചിലായിരിക്കും. ഡയബറ്റീസ് ഉള്ളവർക്ക് അത് 200 മുകളിലായിരിക്കും, 200 ഓർ മോർ. അതേപോലെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഇത് രണ്ടും പലർക്കും ചെയ്യാൻ പലപ്പോഴും സാധിക്കത്തില്ല. കാരണം നമ്മളൊരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ചെയ്യാനായിട്ട് നമുക്കൊരു 8 to 10 hours ഫാസ്റ്റിംഗ് വേണം. അതേപോലെ നേരത്തെ പറഞ്ഞ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതൊരു മെനക്കേടാണ് അല്ലേ. ഒരു ഗ്ലൂക്കോസ് കഴിച്ചിട്ട് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് HbA1c. അപ്പോൾ HbA1c നമുക്ക് ഫാസ്റ്റിംഗ് ടെസ്റ്റിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ HbA1c ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമൽ ആൾക്കാർക്ക് HbA1c ഒരു 5.6 താഴെ നിൽക്കും. 5.7 to 6.4 പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നു. 6.5 ഓർ എബോ ആണെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രീ ഡയബറ്റീസ് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, പ്രീ ഡയബറ്റീസ് ഉള്ളവർക്ക് ഓൾറെഡി പാൻക്രിയാസിന് ഡാമേജ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു റിവേഴ്സിബിൾ സ്റ്റേജാണ്. ഈ സമയത്ത് നമ്മൾ ലൈഫ് സ്റ്റൈൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. പ്രീ ഡയബറ്റീസിന് ഡയബറ്റീസിൽ നോർമൽ ഗ്ലൂക്കോസ് ടോളറൻസിലേക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ അതൊരു വാണിംഗ് ഒരു സൈനും കൂടെയാണ്. അത് പ്രീ ഡയബറ്റീസ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ ഡയബറ്റീസിലേക്ക് പ്രോഗ്രസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കണക്കൽ സ്റ്റഡീസ് പറയുന്നതാണെങ്കിൽ ഒരു പ്രീ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് നെക്സ്റ്റ് 5 years 25% ആൾക്കാർക്ക് ഡയബറ്റീസ് വരാം. അത് നെക്സ്റ്റ് 10 years 50% ആൾക്കാർക്കും ഡയബറ്റീസ് വരാമെന്നുള്ളതാണ്. ഡയബറ്റീസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസ് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആദ്യമേ നമ്മൾ ഹൈ റിസ്ക് ആണോ ലോ റിസ്ക് ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പോപ്പുലേഷൻ എപ്പോഴും ഒരു ഹൈ റിസ്ക്കിലാണ്. എങ്കിൽ പോലും നമുക്ക് ടെസ്റ്റ്, നമുക്കിപ്പോൾ നമ്മൾ പറയണം, കുടുംബത്തിൽ തന്നെ നമുക്കറിയാം, നമുക്ക് പേരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനോ നമ്മുടെ സിബ്ലിങ്സിനോ ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സ്ക്രീൻ ചെയ്യുക. അപ്പോൾ പൊതുവേ നമ്മുടെ WHO ആണെങ്കിലും എല്ലാം പറയുന്ന ഒരു 35 years മുകളിലുള്ള എല്ലാവരും സ്ക്രീനിങ് ചെയ്യണമെന്നുള്ളതാണ്. ആദ്യമേ സ്ക്രീനിങ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ 3 ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്ത് അത് അബ്നോർമലാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസ്, ഡയറ്ററി മോഡിഫിക്കേഷൻ, അതുപോലെ തന്നെ പ്രോപ്പർ സ്ലീപ്പ്, പിന്നെ നമ്മൾ അതേപോലെ സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രോപ്പർ ലൈഫ് സ്റ്റൈലിലൂടെ നമുക്ക് ഈ പറയുന്ന പ്രീ ഡയബറ്റീസ് ആണെങ്കിലോ അല്ലെങ്കിൽ നോർമൽ ഗ്ലൂക്കോസ് ടോളറൻസ് ഉള്ളവരാണെങ്കിലോ ഡയബറ്റീസിൻ്റെ ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ ഒരു ഓൺസെറ്റ് നമുക്ക് ഡിലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴത്തേക്കും ആളുകൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ഓക്കെ, വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് അറിയാം. വെയിറ്റ് ലോസ് എന്ന് പറയുന്ന പലപ്പോഴും നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ തന്നെ നമ്മൾ പറയും, ഒരു ഡയബറ്റീസ് മിക്ക ആൾക്കാരും അറിയും, ഒരു ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ള ആൾക്കാർക്കാണ് സാധാരണ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ പേഷ്യൻസിനോട് ആവശ്യപ്പെട്ട ഒരു 5 to 7% വെയിറ്റ് ലോസ് വേണമെന്നുള്ളത്. അതേപോലെ തന്നെ ഓവർ വെയിറ്റ് ഓർ ഒബീസിറ്റി ആണെങ്കിലും നമ്മൾ ഈ വെയിറ്റ് ലോസിന് നമ്മൾ ഈ പേഷ്യൻസിനോട് എല്ലാവരോടും നമ്മൾ പ്രോപ്പറായിട്ട് എപ്പോഴും പറയുന്നത് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. ഇപ്പോൾ ഡയറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഇപ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യം, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ ഡയറ്റിൽ ഈ കാലറീസ് കുറയ്ക്കണം. അതേപോലെ തന്നെ കാലറീസ് കുറയ്ക്കണം എന്നുള്ളത് കൂടുതൽ ആൾക്കാർക്കറിയാം. പക്ഷേ അതിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കാലറീസ് കുറയ്ക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഫാറ്റ് കട്ട് ചെയ്യുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് കാലറീസ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഗുഡ് ക്വാളിറ്റി കാർബോഹൈഡ്രേറ്റ്സും ഗുഡ് ക്വാളിറ്റി ഫാറ്റ്സും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഗുഡ് ക്വാളിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്ക് ഈ കാർബ്സ് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രോസസ്ഡ് ഫുഡ്, അതേപോലെ തന്നെ നമുക്ക് ഫ്രൈഡ് ഐറ്റംസ്, അങ്ങനത്തെയൊക്കെയാണ് സാധനങ്ങൾ നമ്മൾ കൂടുതൽ കുറയ്ക്കേണ്ടത്. പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് വേണം. കാരണം ബ്രെയിൻ എക്സ്ക്ലൂസീവ്ലി ഗ്ലൂക്കോസ് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ആവശ്യത്തിന് ഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് ഒരു മോഡറേഷനിൽ കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പലരും ആൾക്കാരും കാർബോഹൈഡ്രേറ്റ്സ് കട്ട് ചെയ്യാറുണ്ട്. പക്ഷേ പല ആൾക്കാരും എന്താ ശ്രദ്ധിക്കാത്ത, പ്രോട്ടീൻ പലപ്പോഴും നോക്കത്തില്ല. അപ്പോൾ ആൾക്കാരുടെ പ്രധാന മിത്ത് എന്ന് വെച്ചാൽ പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിച്ചാൽ കൂടുതൽ ബൾക്ക് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ പ്രോട്ടീൻ നമുക്ക് ആക്ച്വലി വേണം. കാരണം പ്രോട്ടീൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു ഡയറ്റിൻ്റെ ഒരു മേജർ പോർഷൻ. നമ്മളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ
പ്ലേറ്റിൻ്റെ ഒരു 1/4 പോർഷൻ പ്രോട്ടീൻസ് ആയിരിക്കണം. കാരണം പ്രോട്ടീൻസ് നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യാൻ വളരെ അധികം സഹായിക്കും. അത് മാത്രമല്ല നമ്മുടെ മസിൽ ബിൽഡപ്പ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ മസിൽ ബിൽഡപ്പിലൂടെ നമ്മുടെ ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷനും ഫാറ്റ് യൂട്ടിലൈസേഷനും കൂടുതലാകുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്രോട്ടീൻസ് എപ്പോഴും നമ്മൾ ഡയറ്റ് കുറയ്ക്കാമെന്ന് പറഞ്ഞ് മൊത്തത്തിൽ ഡയറ്റ് കുറയ്ക്കുകയല്ല ചെയ്യേണ്ടത്. അതിനകത്ത് കാർബ്സും അൺഹെൽത്തി കാർബ്സ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ പ്രോട്ടീനും കൂട്ടണം, അതേപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റും കൂട്ടണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്ന ആൾക്കാർ പറയും, ഇപ്പോൾ പല ആൾക്കാർ പറയുന്ന ഒരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ റിസൾട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ പലപ്പോഴും നമ്മൾ എക്സസൈസിനും ഇതുപോലെ ഒരു 2-3 പാർട്സ് ഉണ്ട്. നമുക്ക് കാർഡിയാക് ആക്ടിവിറ്റി, കാർഡിയോ എന്ന് പറയുന്നതാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. കാരണം നമ്മൾ ഡെയിലി ഒരു വെയിറ്റ് ലോസ് നമ്മൾ WHO പറയുന്ന ഒരു 30 to 60 മിനിറ്റ്സ് ഓഫ് ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി, അത് ഒരാഴ്ച നോക്കുവാണെങ്കിൽ 300 മിനിറ്റ്, അതായത് ഒരു 5 മണിക്കൂറെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ കാർഡിയോ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും ചെയ്യണം, അതായത് മസിൽ ബിൽഡപ്പ്, മസിൽ വർക്കൗട്ട്സ് ചെയ്യണം. അത് അറ്റ്ലീസ്റ്റ് 2 to 3 ഡേയ്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതും ഒരു ബാലൻസിലാണ് പിന്നെ കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ നമ്മൾ വെയ്റ്റിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ആൾക്കാർ എല്ലാ തരത്തിലുള്ള ഫുഡ് റെസ്ട്രിക്ഷനോടൊപ്പം തന്നെ ഡയറ്റും ശ്രദ്ധിക്കും. ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പോലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്ടറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലീപ്പ്. ഇപ്പോൾ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയുന്നത് 7 to 9 hours ഓഫ് സ്ലീപ്പാണ് നമ്മൾ യൂഷ്വലി പറയുന്നത്. അപ്പോൾ നമുക്കതും ഒരു പീസ്ഫുൾ സ്ലീപ്പ് ആയിരിക്കണം. അപ്പോൾ നല്ലൊരു സ്ലീപ്പ്, അതും ഒരു ടൈമിംഗ് വെച്ച് തന്നെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ എല്ലാ ദിവസവും രാത്രി ഒരു 10 മണിക്ക് കിടക്കുകയാണെങ്കിൽ ഒരു 10 to 6 അല്ല 10 to 7 എന്നുള്ള രീതിയിൽ സ്ലീപ്പ് ചെയ്യുക. അതൊരു ടൈമിംഗ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം നമ്മൾ ഈ കിടക്കുന്നതിന് മുമ്പ് ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാനായിട്ട് നമ്മൾ കിടക്കുന്നതിന് ഒരു 1 hour മുമ്പ് നമുക്ക് ഇതുപോലത്തെ ഈ അൺവാണ്ടഡ് സ്റ്റിമുലേഷൻ, അതായത് നമ്മളിപ്പോൾ മൊബൈലിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ TV കാണുക, പിന്നെ അൺനെസസറി ആയിട്ട് ലൈറ്റ് ബെഡ്റൂമിൽ യൂസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ക്വാളിറ്റി സ്ലീപ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇതോടൊപ്പം തന്നെ വേറൊരു ഫാക്ടർ എന്ന് വെച്ചാൽ ആൾക്കാർ ഇതെല്ലാം ചെയ്താൽ പോലും ചിലപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഡീഹൈഡ്രേഷൻ ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് ഇതോടൊപ്പം തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം, ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പാർട്ട് ലാപ്സ് ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ സ്ട്രെസ് ഫാക്ടേഴ്സ് കൂടുതലാണെങ്കിലോ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടണമെന്നില്ല. ഡോക്ടർ, നമ്മുടെ മെറ്റബോളിസം സ്ലോ ആണെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ആക്ച്വലി മെറ്റബോളിസം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു ആക്ടിവിറ്റി, നമ്മൾ ഡെയിലി ആക്ടിവിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണത്തിലുള്ള ഒരു ക്രമീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ കാർബ്സ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ പ്രോട്ടീനും അതിൽ ആവശ്യത്തിന്, അതായത് ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക എന്നുള്ള ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു ഡയറ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റും ആവശ്യത്തിന് പ്രോട്ടീനും ആവശ്യത്തിന് ഫൈബേഴ്സും വേണം. അപ്പോൾ അതൊരു പ്രധാന ഫാക്ടറാണ്. പിന്നെ നമ്മൾ മെറ്റബോളിസം കൂട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സസൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കാർഡിയോ എക്സസൈസസ് ചെയ്യുന്നത്, അതായത് ബ്രിസ്ക് വാക്കിംഗ്, ജോഗിങ്, സ്വിമ്മിങ്, സ്കിപ്പിംഗ്, സൈക്ലിംഗ്, അതെല്ലാം ഒരു കാർഡിയോ ആക്ടിവിറ്റിയാണ്. അതോടൊപ്പം തന്നെ റെസിസ്റ്റൻസ് ട്രെയിനിങ്, അതായത് മസിൽ ബിൽഡപ്പിന് വേണ്ടി ചെയ്യുന്ന എക്സസൈസസ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ്, നമ്മുടെ ബോഡിയുടെ പോസ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ നമ്മുടെ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയുള്ള എക്സസൈസസ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആക്ച്വലി ചെയ്യുമ്പോൾ മെറ്റബോളിസം കൂടുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോപ്പർ സ്ലീപ്പ്, അതേപോലെ പ്രോപ്പർ ഹൈഡ്രേഷൻ, ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്.